ഹലോ, ഈ വീഡിയോയിൽ ഞാൻ എവിടെയാണ് മിനി ജോബ് ചെയ്യുന്നതെന്നുള്ളതാട്ടോ കാണിക്കാൻ പോകുന്നത്. അതല്ല, അവിടുത്തെ ഒരു ക്രിസ്മസ് ആഘോഷമാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോ എപ്പോഴും ഇടാൻ പറ്റിയത് എങ്കിലും അന്നത്തെ ആ ഒരു മൊമെൻറ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ വന്നിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്സിൽ ഒന്നായിരുന്നു ഇവിടുത്തെ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു മ്യാൻമർ ആൾക്കാർ നടത്തുന്ന ഒരു സുഷി റെസ്റ്റോറൻ്റ് ആണ്, ഫ്രാങ്ക്ഫർട്ടിൽ തന്നെ. അവിടെ വർക്ക് ചെയ്യുന്ന ഫുൾ ടൈമേഴ്സും മൊത്തം മ്യാൻമറുകാർ തന്നെയാണ്. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന പാർട്ട് ടൈമേഴ്സും മിനി ജോബേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും മലയാളികളാണ്. ഇപ്പോൾ ഉള്ളതിൽ എല്ലാവരും തന്നെ മലയാളികളാണ്. പഴയ ഇതിൽ വേറെ ആരൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് ഈ കട കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര ഡെക്കറേറ്റീവാണ്. അവർ അതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കേട്ടോ. അവരെപ്പോഴും ഈ കട ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ ക്രിസ്മസിനോടനുബന്ധിച്ച് ഇവർ ഡെക്കറേറ്റ് ചെയ്തതാണ്. ഞാനിപ്പോൾ വീഡിയോ ഇടാൻ പോകുന്ന ഫെബ്രുവരിയിലാണ്. ഇപ്പോൾ അവരവിടെ വാലന്റൈൻസ് ഡേയുടെ ഡെക്കറേഷൻസ് ആട്ടോ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ ഗിഫ്റ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഒക്കെ ഞങ്ങൾക്ക് തരാനായിരുന്നു കേട്ടോ. ഞങ്ങളതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുപോലെ ഒരുപാട് ഫുഡ്, കൂടുതലും കൂടുതലും എന്നല്ല, അവരുടെ ട്രഡീഷണൽ ഫുഡ്സ് ആയിരുന്നു മൊത്തം. അപ്പോൾ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഇത് കാണാം കേട്ടോ നമുക്ക്. എന്താ അവിടെ എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു, അങ്ങനെയൊക്കെ. ഇപ്പം ഈ ഹായ് തന്നതാണ് അതിൻ്റെ ഓണർ കേട്ടോ, ഓണറിൽ ഒരാൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ഗിഫ്റ്റ് എന്താ കിട്ടുക എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പലരും അന്ന് അവിടെ സെലിബ്രേഷന് വേണ്ടി പോയത് കേട്ടോ. ഫുഡ് തന്നെ ഡെക്ക്, പോർക്ക്, ചിക്കൻ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ന്യൂഡിൽസ് മാത്രമാണ് കഴിച്ചത് ചിക്കൻ്റെ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവർക്ക് ഭയങ്കര കൈപ്പുണ്യം കേട്ടോ. അതുകൊണ്ട് തന്നെ കടയിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ വരും. അങ്ങനെ ഞങ്ങളെടുത്ത ഞങ്ങളുടെ ഫുഡായിരുന്നു ഇത്. ഈ പാത്രത്തിലുള്ളത് ചെമ്മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് രാമോന് ഇല്ല, അന്ന് ഞങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ സാധാരണ ഇതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ മാക്സിമം മുതലാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞുള്ള കലാപരിപാടികളാട്ടോ നിങ്ങൾ കാണുന്നത്. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ടങ്ങ് പാടി തകർക്കുമായിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായ പുള്ളിക്കാരൻ ആക്ഷൻ ഇടുകയെന്ന്. അങ്ങനെ ഞങ്ങളെ പാട്ട് പാടാൻ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞൊക്കെ പാടാൻ. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പാടാം, അവർ ചെയ്ത പോലെ പാട്ട് വെച്ച് പറ്റിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഫ്ലോപ്പായി ഗൈസ്. ഇവർക്ക് പാടി കൊടുക്കുമ്പോൾ നല്ല ഗുമ്മുള്ള പാട്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അഴകിയലയിൽ എടുത്തത്. പക്ഷെ ട്രാക്ക് വന്നപ്പോൾ അത് ആണിൻ്റെ വോയിസ് ആയിരുന്നു കേട്ടോ. അപ്പം തന്നെ ഫ്ലോപ്പായി. അപ്പം തന്നെ അവർ പറഞ്ഞു അതൊന്നും പറ്റില്ല, നിങ്ങൾ തന്നെ പാടണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും ബൈക്ക് തരാം. ഞങ്ങൾക്ക് നാലെണ്ണത്തിനുള്ള ധൈര്യമൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള റേസിയാണ് ഇതൊക്കെ ഏറ്റെടുത്ത് അങ്ങ് പാടാൻ വേണ്ടി തുടങ്ങിയത്. അതുകൊണ്ട് ഞങ്ങളങ്ങ് രക്ഷപ്പെട്ടു. ബാക്കി കേട്ടു നോക്ക്. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പാടിയിട്ടും ഇവർക്ക് മതിയാവുന്നില്ല കേട്ടോ. ഇവരൊക്കെ ഭയങ്കര ഷാറൂഖ് ഖാൻ ഫാൻസാണ്. അപ്പോൾ ഇവർക്ക് തും പാസ്സായ പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഞങ്ങൾക്ക് കരോക്കെ എടുത്ത് തന്നിട്ട് ഫുള്ള് വൈബിങ്ങിലായിട്ട് നിൽക്കുക. പിന്നെ ഞങ്ങൾ അയാൾക്ക് വേണ്ടി ഞങ്ങളങ്ങ് പാടി. പക്ഷെ അങ്ങോട്ട് റെഡി ആയില്ല കേട്ടോ, അതും ഫ്ലോപ്പായി. പക്ഷെ ഇവരൊക്കെ ഭയങ്കര പാട്ടുകാരാണ്. നിങ്ങൾക്ക് വരുന്ന വീഡിയോസിലൂടെ മനസ്സിലാവും. ഞാൻ എല്ലാവരും പാടുന്ന ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരെല്ലാവരും പാടുമായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിക്കുന്നു ആര് പാടിയാലും ഭയങ്കര രസം.
ഫുഡ് അടിയും പാട്ടുപാടലും എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഗിഫ്റ്റ് തരാനുള്ളത് എടുത്തു കേട്ടോ. എന്നിട്ട് അവർ ലോട്ട് ഇട്ടിട്ട് ഞങ്ങളുടെ പേര് എഴുതിയിട്ട് അവർ ലോട്ടിൽ പേര് വിളിക്കും. ആ പേരിൽ ഉള്ള ആൾ വന്നിട്ട് നമ്പേഴ്സിൻ്റെ ലോട്ട് എഴുതിയതെടുക്കും. എന്നിട്ടാണ് ഞങ്ങൾക്ക് എന്ത് കിട്ടിയത്, സമ്മാനങ്ങൾ കിട്ടിയത് കേട്ടോ. അതിനകത്ത് ഇവർ രണ്ടുപേരും, ഇപ്പോൾ ആദ്യം കാണിച്ച രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരാൾക്ക് കോഫി മെഷീനും ഒരാൾക്ക് പ്ലേറ്റ് സെറ്റും കിട്ടി. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ചേട്ടന് ഒരു ഫിൽറ്റർ കിട്ടി. ചേച്ചിക്ക് കിട്ടിയത് ഒരു ട്രിമ്മറായിരുന്നു കേട്ടോ. ചേച്ചിക്ക് അതിൽ ചെറുതായിട്ട് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഇപ്പോൾ വരാൻ നിൽക്കുന്നതുകൊണ്ട് ചേച്ചിയും കുഴപ്പമില്ല, ഹാപ്പി. അത് കഴിഞ്ഞ് റേസയ്ക്ക് കിട്ടിയത് ഒരു ഇതായിരുന്നു കേട്ടോ, ഹെയർ ഡ്രയർ ആയിരുന്നു. അവളുടെ അടുത്ത് ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അവനൊരു പുതപ്പോ അതുപോലത്തെ ഒരു സാധനം കിട്ടി. പിന്നെ ഇവക്കൊരു സോപ്പ് സെറ്റ് കിട്ടി. വേറെ ഉണ്ടായിരുന്നു കേട്ടോ, ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ വിചാരിക്കായിരുന്നു കുപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമില്ലല്ലോ എന്ന്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത്, ഞാൻ സെക്കൻഡ് ലാസ്റ്റ് ആയിരുന്നു എനിക്ക്. ഞാനിത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് എന്തായിരുന്നു എന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. Oh, rice cooker. Whoa! You have to cook the rice there for us. അങ്ങനെ എല്ലാവർക്കും സമ്മാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സർപ്രൈസ്. ഒരു പൈസ 200 യൂറോ എങ്ങാണ്ട് പുള്ളിക്കാരൻ ന്യൂ ഇയറിൻ്റെ ഇതിട്ട് കൊടുക്കുമായിരുന്നു. അതും ലോട്ടിട്ട് എടുത്തു. പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, പഴയ ഒരു എംപ്ലോയിക്കായിട്ടാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ 3 ഡ്രസ്സ് പറഞ്ഞിട്ടതൊന്നും അല്ല കേട്ടോ, എങ്ങനെയോ ഇട്ട് വന്നപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ബൈ ബൈ.